പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് മലാക്കിയുടെ പുസ്തകം അധ്യായം 2 ദൈവവചനമാണ്. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനത്തിന് വേണ്ടിയിട്ട് പുരോഹിതനെ സമീപിക്കണം. ഇതാ വീണ്ടും തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അനുഭവങ്ങൾ വീണ്ടും ഒരു ആവേശത്തിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. ഇനിയും വിശുദ്ധിയുടെ പാതയിൽ സംഭവിച്ചിരിക്കുന്ന മഹാത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് കാതോർക്കാം. മാത്രമല്ല, അതൊരു സിദ്ധിയുള്ള അച്ഛനാണ് എന്ന് അല്ലേ എല്ലാവരും കരുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പാണ്ടിപ്പാറ ഭയങ്കര സിദ്ധിയായിരുന്നു കേട്ടോ. ശരി. വീട്ടിത്തോപ്പിൽ സ്കൂൾ പണി ആണ് അവിടെ. അപ്പോൾ സ്കൂൾ അവിടെ ഇല്ല. അവിടെ നിന്ന് പോകണമെങ്കിൽ ഒന്നുമില്ല ഇരട്ടാറ്റിന് വേണം, അല്ലെങ്കിൽ ചിന്നാറ്റിന് വേണം. 4 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണം. ഈ നടുക്ക് വീട്ടിത്തോപ്പിൽ സ്കൂളും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ കൈക്കാരന്മാരെ വിളിച്ച് ചോദിച്ചു, നമുക്കിവിടെ ഒരു സ്കൂൾ തുടങ്ങണം. അപ്പോൾ BT സെബാസ്റ്റ്യൻ കട്ടപ്പന MLA കത്തോലിക്കനാണ്. പുള്ളി ഇതിനോട് താല്പര്യമുള്ള ആളാണ്. പുള്ളിയെ ചെന്ന് കാണാമെന്ന് പറഞ്ഞ് പുള്ളിയെ ചെന്ന് കണ്ട് സ്കൂൾ പണിയാനായിട്ട് ഇതൊക്കെ സാങ്ഷൻ പുള്ളി മേടിപ്പിച്ചു. പുള്ളിയുടെ സർക്കാരാണെന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് പണി തുടങ്ങി. പകുതി പണിത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നെടുങ്കണ്ടത്ത് പിന്നെ ഓട് ബുക്ക് ചെയ്ത് നെടുങ്കണ്ടത്തായിരുന്നു. അപ്പോൾ 160 അടി കെട്ടുക, 2 കെട്ടറായിട്ട് പണിയാനാണ് പ്ലാനിട്ട്. പണികളൊക്കെ കയറി വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഓടൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞു. ഓട് കിട്ടാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാകെ വിഷമിച്ചു. ഓട് മേടിക്കണ്ടേ. അപ്പം തൃശ്ശൂർ പരിചയമുള്ള ഒരു പുള്ളി ഇരട്ടയാർ ഇടവക്കാരനുണ്ട്. അവന് ഈ പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പരിപാടിയാണല്ലോ, എന്നാൽ നമുക്ക് പോകാൻ വെച്ചാൽ കാശം നേരെ തയ്യാറാം. ഞാനെന്നിൻ്റെ കഴുത്തിൽ കിടന്ന മാല എടുത്ത് വെച്ചു. ശരി. പക്ഷേ അതാരും അറിഞ്ഞില്ല. എൻ്റെ കഴുത്തിൽ മാലയാണെന്ന് വിചാരിക്കും അറിയത്തില്ലായിരുന്നു. ഇത് വിറ്റ് ആണ് കാശുണ്ടാക്കി അന്നേരം തന്നെ. ആ കാശ് അവർ പോകുന്നതിന് മുമ്പ് തരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കാശുണ്ടാക്കി ഞങ്ങൾ തൃശ്ശൂർ പോയപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പുതുക്കാട് വരെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളവിടെ ഒരു ഷെഡിൽ കയറി നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഷെഡിൽ കയറി മഴ ചാറിയപ്പം. അപ്പോൾ കുടയുണ്ടായിരുന്നില്ലെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പുതുക്കാടുന്ന സ്ഥലം കയറിയ ഇഷ്ടംപോലെ ഓട്ട് കമ്പനികളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഓടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കൃത്യത്തിന് കട്ടപ്പനക്കാരനൊരാൾ ലോറിയും കൊണ്ട് അവിടെ വന്നേച്ച് കാലിയായിട്ട് തിരിച്ചു വരിക. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഓട് കയറ്റിക്കൊണ്ട് വരാം, എനിക്ക് ഫുൾ ചാർജ് തരണ്ട, നിങ്ങൾക്ക് ഇഷ്ടം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിൽ രസം തീർന്നു കഴിയുമ്പോഴാണ്. എന്നിട്ട് ഞങ്ങൾ ഓട് കയറ്റി തിരിച്ചു വന്നപ്പോഴേണ്ടി പുതുക്കാട് ആ ഷെഡെല്ലാം തകർന്ന് ഒരു ലോറി അതിൽ കയറി ഈ മഴ പെയ്തപ്പം ഈ വെള്ളം കിടന്ന് വളവായിരുന്നു പുതുക്കാട്. ആ വളവിൽ ഇപ്പം അവിടെ ഇല്ല, കുറച്ച് നീക്കിയാന്ന് ഇപ്പോൾ ഷെഡ് ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്തോടെ കയറി ഒരാൾ മരിക്കുകയും ചെയ്തെന്ന് കേട്ടു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാ മഴയൊന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങളും അനുഭവങ്ങളും വരുമ്പോൾ ഇതൊക്കെ തമ്പരാൻ തൊട്ടുകൊണ്ടിരിക്കുക നമ്മളെ രീതിയിൽ തന്നു. ദൈവം പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഈട്ടിത്തോപ്പിൽ വരെ എത്തൂല. ഈ ലോറി ഇരട്ടിയാർ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞ് ഈ പുള്ളി ലോഡൊക്കെ ഇറക്കി പറയും, അച്ഛാ ഒരു ചൂല് വേണോ, എന്തിനാന്ന്. ഇതെല്ലാം അടിച്ചു കളയും, അല്ലെങ്കിൽ ഉടമസ്ഥന് കാശ് കൊടുക്കണം. ഇങ്ങോട്ട് കാര്യം വേണ്ടിയാണ് വന്നത്, ഓട് കയറ്റിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഞങ്ങൾ ചൂലെടുത്ത് കൊടുത്തു, ഈർക്കിളി ചൂല് കൊടുത്ത്. അതുകൊണ്ടൊക്കെ അടിച്ച് പ്ലാറ്റ്ഫോമൊക്കെ ശരിയായി. എന്നിട്ട് ഈ കാര്യം ഇങ്ങനെ പാണ്ടിപ്പാറ പള്ളി വേണമെന്ന് അവർക്കറിയായിരുന്നു. അവർ കേട്ടിട്ടുണ്ട്. ഒരച്ഛനും ഒരു സ്ഥലത്ത് ചെന്ന് അതിന് മുമ്പുള്ള ചരിത്രം ഇവർ പഠിക്കും. എല്ലാവരും മനസ്സിലാക്കും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അങ്ങനെ നല്ല സ്റ്റഡി നടത്തും ഇവർ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്തു. പൈസ ഇല്ലാണ്ട് വന്നിട്ട് മാല കുറച്ച് വിറ്റാന്ന് നടത്തും. അപ്പം അവിടെ അടക്കനായിട്ട് പാപ്പച്ചേട്ടൻ അച്ഛൻ, അദ്ദേഹം മരിച്ചു, കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ്. പുള്ളി അവിടുത്തെ ഒരു ലീഡറാണ്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പള്ളി പണി തുടങ്ങി. അവിടെ പള്ളിയില്ലായിരുന്നു. അവിടെ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു ഹൈന്ദവെന്ന് വെച്ചാൽ അവർ ആശാരിമാരാണ്. ഒരു സ്ത്രീക്ക് പിശാച് കയറി എന്ന് അവർ വിശ്വസിക്കണം. അവരുടെ ആളെ കൊണ്ടുവന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ ചൂരവടിക്ക് മന്ത്രവാദിയെ കൊണ്ടുവന്ന് ചൂരവടിക്ക് അടിയങ്ങ് തുടങ്ങി. അടിയങ്ങ് തുടങ്ങിയപ്പോൾ അവൾ പറയുകയാണ്, പാണ്ടിപ്പാറയിൽ ഞാൻ വിചാരിയ പാണ്ടിപ്പാറ അച്ഛൻ പറഞ്ഞാൽ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അത് ആണുങ്ങളുടെ ഇതിലാണ് പറഞ്ഞത്. ആണുങ്ങളെ കയറി കുടിയേക്കണേന്നാണ് പറഞ്ഞത്. അത് ഞായറാഴ്ചയാണ്. അപ്പോൾ രാവിലെ കുർബാന കഴിഞ്ഞപ്പോഴത്തേനും ഈ പെണ്ണിനെ കൊണ്ട് അതിൻ്റെ കെട്ടിയവൻ പള്ളിയിലേക്ക് വരുവാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഷെഡ് പണിത് ലൈബ്രറിയിലാണ് കുർബാന. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആളുകളെല്ലാം അച്ഛൻ എന്നാ കാണിക്കണമെന്ന് അറിയും.
അന്നേരം ഇവിടെ കിടന്നുകൊണ്ട് അലറണുണ്ട്. ആണുങ്ങളുടെ സ്വഭാവത്തിൽ തന്നെയാണ് വർത്താനം പറയണം. തുണിയും മടക്കി കുത്തി കെട്ടിയവൻ ചോദിച്ചുകൊണ്ട് വന്ന് നടത്തിക്കൊണ്ട് വരുവാണ്. ഇവിടെ വന്ന് ചാപ്പൽ വലിയൊരു കുഞ്ഞ് ഇതുണ്ട്, ലൈബ്രറി. അതിൻ്റെ അകത്ത് ഇടദിവസം കുർബാന, ഞായറാഴ്ച സ്കൂളിൽ കുർബാനയുണ്ട്. അവിടെ കയറി വന്നപ്പം ഞാൻ ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ ആദ്യത്തെ അനുഭവം ഇവളും പറയണം, അച്ഛൻ പറഞ്ഞാലേ പോവുള്ളൂ എന്നാൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ച് അവിടെ ചാപ്പലിലേക്ക് അങ്ങോട്ട് കയറ്റാൻ പറഞ്ഞു. ഞാൻ ടെമ്പററി ചാപ്പലിലേക്ക് അതിൻ്റെ അകത്ത് കയറ്റി എഴുതി. ഞാൻ എന്നിട്ട് പുസ്തകം എടുത്ത് പ്രാർത്ഥിച്ചേച്ച് ശരിക്കും അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥന തുടങ്ങി. ഇവിടെ അവിടെ അലറി അങ്ങ് വീണു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന തീർന്ന് അനാമ്പെള്ളം എടുത്ത് ഇത് തളിച്ചു. അത് കഴിഞ്ഞ് ഏറ്റു കഴിഞ്ഞ് ഇവിടെ കെട്ടിയവനോട് ചോദിക്കാം, നമ്മളെന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചവള്. അവൾ ആ പിശാച് വിട്ടുപോയതാണ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. പിന്നെ പാണ്ടിപ്പാറ പിന്നെ എനിക്ക് ഒരു പ്രശ്നമുണ്ടായില്ല സംഗതി ഒന്ന് നേരെയാക്കാൻ. അപ്പോൾ പിന്നെ ആദ്യം പിന്നെ കൊട്ടോടി വാറ്റ് നിർത്തണമാണ് അവിടെ കൊട്ടോടി കുടിച്ച് സിറ്റിയിൽ വന്ന് 2 ദിവസം വരെ തെങ്ങിൻ്റെ ചോട്ടി കിടന്നേച്ച് പോയവരുണ്ട്. താഴെ കരിക്കുന്തോളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊട്ടോടി വാറ്റും ചീട്ടുകളിയായിരുന്നു അവിടെ ഞാൻ ചെല്ലുമ്പോഴും. അത് കഴിഞ്ഞ് വെച്ചാൽ ഞാൻ പതുക്കെ ഇറങ്ങി കാര്യത്തിനുണ്ട്. അവിടെയാണ് എൻ്റെ വിജയം വന്നത്. ഇങ്ങനെ ഒരു നല്ല പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ആളുകളെല്ലാം കൂടി അച്ഛൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യാമെന്നായി. അങ്ങനെ അവിടെ 2ാം നിലയിൽ ചീട്ടുകളിയുണ്ട് വൈകിട്ട്. അത് ഒരുപാട് പൈസ വെച്ചൊരു പുതിയൊരു കളി ഏതാണ്ട് ചാക്ക് ഇങ്ങനെ ഇട്ടേച്ച് നിറച്ച് പൈസ ഓരോരുത്തരും വിളിക്കുകയും കൂടി ഇടും. അത് എന്നാ കളിയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ആ ചീട്ടുകളി നിർത്തണം അച്ഛാന്ന് പറഞ്ഞു. അവിടെ താഴെ കിളിക്ക് കുത്ത് കളി. അപ്പോൾ ഈ ഇതുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഓണറെ ഞാൻ വിളിച്ചു, മാറാമറ്റ ചേട്ടാ ഇവിടുത്തെ ചീട്ടുകളി നിർത്തണമല്ലോ നമുക്കെന്ന് പറഞ്ഞു. അതിന് അച്ഛനൊരു ദിവസം ഒരു 7 മണിയാകുമ്പോൾ കയറി വരാമോയെന്ന് ചോദിച്ചു. അവിടെ സ്റ്റെപ്പ് കയറണം. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ രാത്രി കയറി ചെന്ന് നിറച്ച് പൈസ കിടക്കുവാണ് ഈ ചാക്കയിൽ നിറച്ച്. ഒരു 2ാം നിലയിൽ അത് പലക അടിച്ചേക്കണ കെട്ടതാണ്. അത് ഞാൻ പറഞ്ഞു ഇതെന്നെ പരിപാടി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഈ കളി കഴിയുമ്പോൾ നിർത്താം, ഈ പൈസ ആരുടേതാണെന്ന് അറിയാണ്ട് നമുക്ക് നിർത്താൻ പറ്റുമല്ലോ, അത് ഞാൻ നിർത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പരിമ്പ് ചുരുണ്ടിരുന്നു, അത് കിടന്ന് അനങ്ങുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഒരുത്തം മേടിച്ച് അച്ഛൻ പരിപാടിന്ന് വെച്ചാൽ ഈ പരിമ്പിൻ്റെ ഉള്ളിൽ കയറി. അച്ഛാ ഈ തോമസ് പാലായുടെ എന്നടി കാമാച്ചി എന്നും പറഞ്ഞ ഒരു മലയാളം ഒരു പങ്ക്തി വരുമായിരുന്നു, ഒരു നോവല്. അച്ഛൻ പറഞ്ഞു കേൾക്കുമ്പോ നമുക്ക് അതാ ഓർമ്മ വരുന്നത്. ഈ ഇടുക്കിയിലെ ക്രിസ്ത്യാനികളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട രചനയായിരുന്നു അത്. അതുപോലെ എല്ലാം എല്ലായിടത്തും ഇതുവരെയായിരുന്നു. ആ പ്രദേശങ്ങളിൽ തങ്കമണി അതുപോലെ തന്നെ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇതായിരുന്നു. ഈ ആളുകൾ ഒന്നാം സാമ്പത്തിക ചീട്ടുകളി നിർത്തി ഉടനെ ഞാൻ മനസ്സിൽ കണ്ടു ഇവിടെയുള്ള ആളുകളൊന്ന് വിളിച്ചു. ഞാനൊരു പിന്നെ മെർച്ചൻ്റ് അസോസിയേഷൻ വിളിച്ചു. നമ്മുടെ മറ്റേ ഔദ്യോഗികമായിട്ടുള്ളതല്ല, അവിടെ ഒരു 5-8 കടക്കാരുണ്ട്. അവർ ഈ കൊട്ടോടി വാരിന് മറ്റേ ശർക്കര കൊണ്ടുവരും, ഈ കുറഞ്ഞ സൈസാണ്. അത് കൊണ്ടുവന്ന് ആ മേട്ടയിൽ കൊണ്ടുപോയി 2 പെണ്ണുങ്ങൾ, ഒന്നിന് ഭർത്താവുണ്ട് മറ്റേ ഇല്ലാത്തവരുണ്ട്, ഈ കൊട്ടോടി വാറ്റി അവിടെ നിന്ന് തങ്കമണിക്ക് കൊണ്ടുപോകണം. രാത്രി നല്ല കന്നാസിൽ ഒരുപാട് കൊട്ടോടി വാറ്റിക്കൊണ്ട് അവിടെ നിന്ന് കാമാക്ഷി പ്രദേശത്തേക്ക് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഏരിയയിലായി ഈ സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുത്തെ ഈ കൊട്ടോടി വാറ്റ് നിർത്തണമെന്ന് പറഞ്ഞു. കൊട്ടോടി വാറ്റ് നിർത്തണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഉപഷാപ്പും എടുത്ത് കളയണം. അവിടെ ഒരു ചെറിയ ഷാപ്പ് പോലെ ഉണ്ടായിരുന്നു. ഇതിലെല്ലാവരും സഹകരിക്കണമെന്ന്. അപ്പോൾ ഞാൻ നോക്കി കച്ചവടക്കാരെ ഞാൻ ആദ്യം വിളിച്ചു. വൈകിട്ട് വരാൻ പറഞ്ഞു. അവർ ഗ്യാസ് ലൈറ്റൊക്കെ ആയിട്ടൊന്നും കറണ്ടൊന്നുമില്ല. അവർ വന്ന് അവിടെ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ തന്നെയാണ് ഇതിന് ഇത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉറപ്പ് നമ്മൾ കൊടുക്കാണ്ട് നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ആക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സന്തോഷമായി. എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങളെന്നായി. അല്ല എനിക്കതൊക്കെ ഭയങ്കര പ്രചോദനമാണ്. അപ്പോൾ ഇത് ചെയ്തു. അപ്പം പറഞ്ഞു നമുക്കൊരു ഇത് കഴിഞ്ഞ് 2 ചിട്ടി തുടങ്ങുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൾ വരില്ല. പിന്നെ 3 ചിട്ടി ഞങ്ങൾ തുടങ്ങി, 3000-ൻ്റെയും 5000-ൻ്റെയും 2000-ൻ്റെയും. അപ്പോൾ ചിട്ടിക്ക് വരുമ്പോൾ വേറെ ആളുകളെ കൂടെ ചേർത്തോളാം ഞാൻ പറഞ്ഞു, അടുത്തുള്ളവർ. അപ്പോൾ ഈ ചിട്ടി വരുമ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്, താല്പര്യമായി. അങ്ങനെ ചിട്ടി തുടങ്ങി, എല്ലാ ആഴ്ചയിലും കൂടാൻ തുടങ്ങി. അപ്പോൾ കൊട്ടോടി വാറ്റ് നിർത്താൻ നമുക്ക് അതിനുള്ള ശർക്കര വരുത്തരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും ശർക്കര കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു. മേടിച്ചത് തങ്കമണി കൊണ്ടുപോയി വിൽക്കാം അവർക്ക്, അവിടെ ഈ കൊട്ടോടി വാറ്റൊക്കെ ഉള്ളതല്ലേ. ഒരുത്തിനും കൊണ്ടുപോയില്ല. ഒരു കച്ചവടക്കാരൻ ഉണ്ട്, ശാമരവി എന്ന് പറയും. ആ പുള്ളി ഇച്ചിരി ഒരു ഇഷ്ടക്കുറവ് വന്നു. ഇങ്ങനെ ശർക്കര ഒഴിക്കേണ്ട അച്ഛൻ എന്നാ കുഴപ്പമെന്നുള്ള രീതിയിലായി. അതിന് സമ്മതമല്ലേ. അത് കഴിഞ്ഞ് ഈ പുള്ളി കൊട്ടോടി ശർക്കര ഒന്ന് അനക്കി വെക്കുക, അതിൻ്റെ അകത്തൊരു പാമ്പ്. സംഗതി പ്രേക്ഷകരെ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരു എന്താ പറയുന്നത്, പിശാചു ബാധിതരെ ബഹിഷ്കരിക്കുന്ന അല്ലേ, മദ്യവർജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൃപ ലഭിച്ചിരിക്കുന്ന. ഇപ്പോഴേ ആളുകൾ ചെല്ലുവാണ് എന്നെ സ്നേഹമാണെന്നറിയാമോ. ഇപ്പോൾ ആൾ പറയും അച്ഛനും ഒന്നുകൂടെ ഇവിടെ വന്നാൽ നല്ലതായിരുന്നു. ഇപ്പം 2ാമത് കുറേശ്ശൊക്കെ വിൽപ്പനയും അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ.
അച്ഛനൊന്നും ഒരുപാട് നേരെയാക്കാറുണ്ട്. ഒരു ഇടവകയെ ഒരു പുരോഹിതൻ എന്തുമാത്രം അതായത് സ്വാധീനിക്കാൻ പറ്റും. നമുക്ക് പറ്റുമെന്നേ, നമ്മൾ സിമ്പിളായിട്ട് നിന്നാൽ മതി. തമ്പുരാൻ്റെ കൃപയും കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്കത് ആരംഭം തൊട്ട് അറിയാം ദൈവകൃപ എനിക്കുണ്ടെന്ന്. അച്ഛാ, ഞങ്ങളുടെ ഒരു പ്രാർത്ഥന അതിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ദൈവത്തോടു കൂടി ആയിരിക്കാനും അല്ലേ, വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും. ഞാൻ യോഹന്നാൻ മൗന്താനയുടെ പേരാ എൻ്റെ, യോഹന്നാൻ മൗന്താന. ദൈവകൃപ അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ശരിക്കും അതെനിക്ക് അറിയുകയും ചെയ്യാം. ആ പേര് കിട്ടിയത് ഒരു അത്ഭുതമാണ് എനിക്ക്. അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെയുള്ളവരെല്ലാം യോഹന്നാൻ സേവായ യോഹന്നാൻ മൗന്താനായിട്ട് ഈ കോതമംഗലം രൂപതയിൽ 3 അച്ഛന്മാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ഞാനാണ്. ബാക്കിയെല്ലാം യോഹന്നാന്മാർ ഒത്തിരി പേരുണ്ട്. യോഹന്നാൻ ഡിസൈപ്പിൾ. നമ്മുടെ സംഭവം തുടരുക അച്ഛാ, ഇതിങ്ങനെ സംഭവം തുടരുകയാണ്. ശർക്കരയ്ക്കകത്ത് പാമ്പ്. ബാക്കി ഇത് കഴിഞ്ഞ് പുള്ളി മനസ്സിലായി ശരിയാവില്ല, അച്ഛനെന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടായി, ഞാൻ മന്ത്രവാദിയായി എന്നായി. ഞാൻ ഇതിൻ്റെ ഒന്നും ഇടപെടാനും ഒരു കാര്യത്തിന് പോയില്ല. അത് കഴിഞ്ഞ് അവർ ശർക്കര കൊണ്ട് തങ്കമണി കൊണ്ട് വിറ്റിട്ട് കഴിഞ്ഞ് നോർമലായി. ഇവിടെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ മേട്ടയിൽ വാറ്റ് നിർത്തി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി അവിടെ വാറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അതിൻ്റെ രജിസ്ട്രിയുണ്ട്. അവരെൻ്റെ അടുത്ത് വന്നു, അച്ഛാ ഇപ്പം ഞങ്ങൾക്ക് സമാധാനമായി എന്ന് പറഞ്ഞു. ഞങ്ങൾ കഞ്ഞി കുടിച്ച് ചമ്മന്തി അരിച്ച് കഞ്ഞി കുടിച്ചാലും ഇത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, സമാധാനമായിട്ട് കിടന്നുറങ്ങും. അല്ലെങ്കിൽ വിൽപ്പന കൊണ്ട് നടക്കും, ബാക്കി രാത്രി അങ്ങോട്ട് കയറി ചെല്ലില്ല ആളുകൾ. അവിടെ നിയന്ത്രിക്കാൻ പറ്റുമോ? കെട്ടിയവനാണെങ്കിൽ ഇല്ല, ഒരുത്തനുള്ള സുഖമില്ലാണ്ട് കിടക്കും. ചെടുത്തനിത്തിമാർ 2 കച്ചവടവും അങ്ങനെയുള്ള. അവർ ആ വിവരം പറഞ്ഞു. അവർ 2 മാസം മുമ്പ് എൻ്റെ അടുത്ത് മുതൽ കൊടുത്തു വന്നു. ഏതായാലും അവർ വന്ന് എന്നെ കാണണമെന്ന് ഞാൻ പുറത്ത് തുടങ്ങിയിട്ട് കുറേ കാലമായി എന്ന് പറഞ്ഞ് അവർ വന്ന് കണ്ടു. അതിൽ കൂടുതൽ സന്തോഷമില്ല നമുക്ക്. അങ്ങനെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരുമില്ല ഓരോ കാര്യങ്ങൾ. അവിടെ പിന്നെ ഭയങ്കര ഇതായിരുന്നു, എല്ലാവരും സഹകരിച്ചു. കൊട്ടോടി ആ പ്രദേശം കൊണ്ടുവരാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല എന്ന് വന്നു. ആളുകൾ എന്നെ മദ്യപിക്കുന്ന നാണക്കേടായിട്ടൊന്നും അവിടെ ആരെങ്കിലും പുറത്തു പോയി മദ്യപിച്ചാൽ സിറ്റിയുടെ അരികിടെ പോകും, വേറെ വഴിക്കണം. എന്നാൽ താഴെ മര്യാദത്തുണ്ട്, അങ്ങോട്ട് അടുക്കയില്ല ആൾ. പാണ്ടിപ്പാറ ശുദ്ധമാക്കി. അല്ല, ഞാൻ ചോദിച്ചത് കേരളത്തിൽ തന്നെ ഒരു ഇടവക അത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഇടവകയുള്ളൂ എന്നാണ്. എന്നിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറുണ്ട്, KO തോമസ് സാറ്. പുള്ളി കട്ടപ്പനക്കാരനാണ്. ഇതിപ്പോൾ കട്ടപ്പന ഈ ഇതുണ്ട്, അത് പൊതുവായിട്ടുള്ള മദ്യവർജനത്തിൻ്റെ മദ്യരോധന. അവരോട് പറഞ്ഞു അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ക്ലാസ്സൊക്കെ എടുത്തുകൊള്ളാം, പക്ഷേ ഇവിടെ ഒന്നും നടപ്പാവില്ല, അതുകൊണ്ട് അച്ഛനെ വിളിക്കണ്ട. കട്ടപ്പനക്കാരൻ എന്നെ വിളിച്ചില്ല, ഞാൻ പോയി ഇല്ല. സാറ് എന്നോട് വന്ന് പറഞ്ഞു അച്ഛനെ ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷെ അവർക്ക് വലിയ താല്പര്യം കാണിച്ചു. തിന്മയിൽ നിന്ന് മാറാനായിട്ട് അല്ലേ സാത്താൻ അവർ അനുവദിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അത് ഞാൻ ഒരു മഠം തുടങ്ങി അവിടെ. ആദ്യമായിട്ട് അവർ മഠംകാർ വന്ന് SD-കാർ. അത് തുടങ്ങാനുള്ള എൻ്റെ ഏക ഉദ്ദേശം, ഞാൻ ഈ UP സ്കൂളിൽ പഠിച്ചപ്പം ഇവരുടെ ഒരു ഫോർമേഷൻ എനിക്ക് ഒത്തിരി സഹായം കിട്ടി. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ അവിടെ ഒരു മഠം തുടങ്ങി SD-കാരുടെ. അപ്പോൾ തൊട്ടടുത്തുള്ള ചേട്ടൻ 1 ഏക്കർ 18 സെൻറ്റ് സ്ഥലം തന്നു. അവിടെ SD-കാർ ആ പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു, ഈ നാട്ടിലല്ലേ അവരുള്ളൂ, നെല്ലിമറ്റത്തുണ്ടായിരുന്നു അവർ. അത് കഴിഞ്ഞിട്ട് ആ മഠം തുടങ്ങി, പിതാവ് വന്ന് വെഞ്ചരിച്ചു, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഒരു കാര്യം പറയട്ടെ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അച്ഛന് പൗരോഹിത്യത്തിലേക്കുള്ള വലിയ പ്രചോദനമായി മാറിയത് പേര് പോലും നഷ്ടപ്പെടുത്തിയ പാവപ്പെട്ട സിസ്റ്റേഴ്സാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ നന്ദി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് അവർക്ക് വേണ്ടി ഒരു മഠം സ്ഥാപിക്കാനായിട്ട് പണിയാനായിട്ടുള്ള ആ ഒരു ആഗ്രഹവും ആ ഒരു നന്മയും നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഞാൻ 1 വർഷം മുമ്പ് അവിടെ പോയി ജൂബിലിക്ക്. ഈ മഠത്തിൽ പോയ സിസ്റ്റർ SD-യുടെ അസിസ്റ്റൻ്റായിരുന്നു. അവിടെ ചെന്ന് 13 സിസ്റ്റേഴ്സ് ഞാൻ ഈ മഠം തുടങ്ങിയ പിന്നെ SD കോൺവെൻറ്റിൽ ചേർന്നിട്ടുണ്ട്. ഞാൻ ആ മഠം തുടങ്ങുന്നതിന് മുമ്പ് ആരും മഠത്തിൽ പോയിട്ടില്ലായിരുന്നു. ആ പ്രദേശമൊക്കെ ഒരു ഉൾപ്രദേശമല്ലേ, ആർക്കും അതിനുള്ളൊരു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. 13 SD സിസ്റ്റേഴ്സ് ഉണ്ട്. വേറെയും മിഷന് 1-2 പേര് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, വേറെ ഇത് കൂടാണ്ട്. പക്ഷെ ആരംഭിച്ചത് ഇതാണ്. ഇവിടെ മഠം തുടങ്ങി, അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം ആളുകൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ മക്കൾ അങ്ങോട്ട് പോകാൻ താല്പര്യം കാണിച്ചു. ആ രീതിയിൽ മഠത്തിൽ പോയി. അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അതായി ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അതിനുപോലെയുള്ള സിസ്റ്റേഴ്സ് നല്ല ഇതായിരുന്നു. അവർ വീടുകൾ സന്ദർശനം വെച്ച് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും വീട് കയറി. അതേ സിസ്റ്റേഴ്സിന് ആദ്യത്തെ മടമല്ലേ ഇത്, അതുകൊണ്ട് നിങ്ങളൊരു ഇമ്പ്രഷൻ വരുത്തണം, എന്നാലേ ആളിലൊരു അത് ശരിക്കും ഉണ്ടാവുകയും ചെയ്തു. അവരെല്ലാ വീടുകളിലും കയറി ഇറങ്ങി. അങ്ങനെ ആ രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടി. ആ കൂട്ടത്തിൽ മധ്യവർത്തിലും ഇതെല്ലാം കൂടെ അവിടെ ഒരു നല്ല ഒരു രീതിയിലേക്ക് വരാൻ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇതേപോലെ ഒരു സമൂഹത്തിലുള്ള തിന്മയെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും അതിനെതിരായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധിയായിട്ടോ വെല്ലുവിളിയായിട്ടോ ഒക്കെ വരാറുണ്ട്. പക്ഷെ അച്ഛൻ അങ്ങനത്തെ ഒരു അനുഭവം പറയാം. വെല്ലുവിളി അവിടെ തന്നെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അതായത് 2 പാർട്ടികൾ
ഒന്ന് നിരപ്പേ കൊച്ചേട്ടൻ, തൊടുപുഴപ്പുറം. പുള്ളി റേഞ്ച് പിടിച്ചിരുന്നതാണ് അവിടെയൊക്കെ, പുള്ളിയുടെ ആയിരുന്നു ആ റേഞ്ചൊക്കെ. പുള്ളിയുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ കരിക്കുംതോളത്തിൽ തുടങ്ങി, കള്ള് ഷാപ്പ് തുടങ്ങി ഞങ്ങളുടെ ഏരിയയിൽ. അപ്പം എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ അതെ അവിടെ ഷാപ്പ് തുടങ്ങിയില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ പറഞ്ഞു, നമ്മളിത്ര കഷ്ടപ്പെട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഒരു ഷാപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിന് എന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതെങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു. പുള്ളി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അതിന് പരിപാടി ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞു. അച്ഛൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പേടിയായി, ഇവരെ നമ്മുടെ കൈവിട്ട് പോയില്ലേ, ഇവരെന്നാ ചെയ്യണമെന്ന് വല്ലതും അറിയോ. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, രാവിലെ കുർബാന കഴിഞ്ഞ് ഇവരങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒരു 10-30 ആണുങ്ങൾ ഇറങ്ങി ചെന്നേച്ച് ആ ഉപഷാപ്പ് ചവിട്ടി പൊളിച്ച കള്ളും എല്ലാം എടുത്ത് പിന്നെ തോട്ടിലങ്ങ് ഒഴുക്കി. അപ്പോഴത്തേനും അതിൻ്റെ ഓണർ ഓടി പരിക്കകത്ത് കയറി. അവൻ പേടിച്ചു പോയി. അവൻ തട്ടിക്കളയുന്ന പേടിച്ച് അവൻ പരിക്കകത്ത് കയറി കഥ കടച്ചു. അന്നേരം അഴിയുടെ ഇടയ്ക്കടെ അവൻ നോക്കുന്നുണ്ടായിരുന്നു എന്നാ നടക്കുന്നത്. അത് ഇവർ കണ്ടു, അഴിയെ പിടിച്ചുകൊണ്ട് അത് തിരിച്ച് കയറി വന്നു. ആ ഷാപ്പ് ഇതൊക്കെ ഇതെല്ലാം തല്ലിപ്പൊളിച്ച് വെള്ളം കളഞ്ഞ് വെച്ച് ഞങ്ങൾ വന്നേക്കണേന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അപ്പോൾ ഈ നിരപ്പേ കൊച്ചേട്ടൻ്റെ കെയർ ഓഫിലാണ് അതവിടെ തുടങ്ങിയിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പ്. ഇനി എന്നെ അതിനൊരു പരിഹാരമൊന്നും. പിന്നെ എനിക്ക് പ്രാർത്ഥന, ദൈവമേ ഞാൻ എന്നെ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പിള്ളേർ. ഏതായാലും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പുള്ളി കൊച്ചേട്ടനെ കാണാൻ ചെന്നു. എന്നിട്ടും പറഞ്ഞു, പള്ളിയിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തതാണ്, ഈ അനങ്ങാൻ പോകണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞാനത് അറിഞ്ഞു. എനിക്ക് ആശ്വാസം വന്നു. അതോടുകൂടി സമാധാനമായിട്ട് ഞാൻ പിന്നെ അവിടെ അച്ഛനൊരു മോശയുടെ റോളായിരുന്നു. അച്ഛൻ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എനിക്ക് ഭയങ്കര പേടിയായി. കാരണം നമ്മുടെ കൈവിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അത്ര വിദ്യാഭ്യാസം വിവരമില്ല, ഇവരെന്നാ ചെയ്യണേ നമുക്കറിയത്തില്ലോ. അവനോട് എതിർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവേശത്തിൽ പോയി എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവർ പറഞ്ഞു, അച്ഛൻ അവിടെ ഇരുന്നോ, ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. അപ്പം അത്രയ്ക്ക് എന്നിട്ട് ഇവർ കൊലയെല്ലാം തെങ്ങ് കയറി എല്ലാം വെട്ടിച്ചാടിച്ച് കളഞ്ഞു. കള്ള് ഷാപ്പിൽ കയറി അത് തള്ളിച്ചാടിച്ച് കളഞ്ഞു. പിന്നെ കൊല കെട്ടി ഇത് കേട്ടില്ലേ, അതെല്ലാം തകർത്ത് കളഞ്ഞു. അങ്ങനെ പോന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളിന് മാറാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഞാനവിടെ ചെല്ലുമ്പം മനസ്സിലാക്കി, എനിക്ക് പിന്നെ വേറൊരു പ്രത്യേകതയുടെ ഓരോ സ്ഥലത്തിലും അവിടുത്തെ ലീഡർമാരെയൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ പുള്ളി അവിടുത്തെ നേതാവായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പം ഈ പുള്ളി അവിടെ ഈ ചീട്ട് കളിക്ക് നേതൃത്വം കൊടുക്കണു, കൊട്ടോടി വാറ്റിന് നേതൃത്വം കൊടുക്കണു. പിന്നെ പുള്ളിയുടെ വീടും തൊട്ടടുത്ത് കരോട്ട് തന്നെയാണ്. പുള്ളി ഇച്ചിരിച്ച് കഴിക്കുകയും ചെയ്യും. ആകെ ഒരു റൗഡിയാണ്. ഇടവേല പെരുന്നാൾ വന്നപ്പോൾ ഈ അച്ഛന് എന്നാ റോഡ് പണി അതിനൊക്കെ കാശുണ്ടാക്കണം. അച്ഛൻ പറഞ്ഞു, നാടകം വയ്ക്കുന്നില്ലേ, അത് ടിക്കറ്റ് വെച്ച് നടത്താമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പബ്ലിഷർ തൊമ്മൻ കയറി ചെന്ന്, അച്ഛാ എനിക്ക് 6 മക്കളുമുണ്ട്, എൻ്റെ അമ്മയുണ്ട്, പിന്നെ ഞാനും എൻ്റെ ഭാര്യയുണ്ട്, 6 3 9 പേരുണ്ട്. ഞങ്ങൾ 9 പേര് ഈ പള്ളിയിലെ പ്രധാന തിരുനാളിന് ഈ ടിക്കറ്റ് വെച്ച് നടത്തിയാൽ ഞങ്ങൾ എവിടുന്ന് ഈ കാശുണ്ടാക്കണം. വേറെ മറുപടിയും പറഞ്ഞില്ല. അച്ഛൻ നാടകം ബുക്ക് ചെയ്തു, പടുതിയൊക്കെ ഇട്ട് എല്ലാം മറച്ചു വെച്ചു. ഇവൻ ഭയങ്കര ബുദ്ധിമാനാണ്. പുള്ളി എന്നിട്ട് എന്നാ ചെയ്തെന്ന് പറയാം, പുള്ളിയുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ വനിതാ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി. ഈ പുള്ളി അവിടെ ചെടി ഞങ്ങളുടെ പെരുന്നാളാണ്, അതുകൊണ്ട് നീ ഒന്നൊരു എക്സിബിഷൻ മാച്ച് സംഘടിപ്പിച്ചു വരണം. ഇവിടെ ക്യാപ്റ്റനല്ലേ, അത് മദറിനോടൊന്ന് ചോദിക്കണം, ഞാനിവിടെ വരാം, മദർ പ്രിൻസിപ്പളിനോട്. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ പ്രിൻസിപ്പളിൽ ചെന്ന് കഴിഞ്ഞ് ഇതെൻ്റെ ആങ്കിളാണ് എന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തു. ഈ പെരുന്നാളിൻ്റെ ദിവസം തന്നെ, അതേ ദിവസം. അപ്പോൾ ഇവിടെ നാടകം നടക്കുന്നതിന് മുമ്പ് ഇത് തുടങ്ങണം. നാടകം സന്ധ്യയിലേ തുടങ്ങുള്ളൂ. എന്നിട്ട് ഈ പുള്ളിയുടെ സ്ഥലം അവിടെ താഴെ ഇറങ്ങി ഗ്രൗണ്ടുണ്ട്. എന്നിട്ട് അവിടെ റോഡിൻ്റെ അരിയിൽ എല്ലാ സെറ്റപ്പും ചെയ്ത് പുള്ളി ജനറേറ്റർ കൊണ്ടുവന്ന് ലൈറ്റും ഒക്കെ ഇട്ട്. അപ്പോൾ പുള്ളിയുടെ ഞാൻ പറഞ്ഞ ചീട്ട് കളിക്കുന്ന 2 നില കെട്ടണം പുള്ളിയുടെ. അതിൻ്റെ മുകളിലേക്ക് വന്നു വഴി പള്ളിയിൽ ഭയങ്കര തിരക്കാണ്, നിങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. അവിടെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ പിള്ളേർ വിചാരിച്ചതിനാ പള്ളിയിൽ നിന്ന് നടത്തണമെന്ന് അവരോർത്ത്, പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ചാന്ന് അവരതുകൊണ്ട് മനസ്സിലാക്കിയില്ല. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലേണ്ട അവിടെ തിരക്കൊക്കെ ആണല്ലോ. അപ്പോൾ പെൺപിള്ളേരല്ലേ, നിങ്ങൾക്ക് ഇവിടെ തുണി മാറാനും എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞേച്ച് ഡ്രസ്സ് ചെയ്ത് ഇവർ താഴെ കോർട്ടിലിറങ്ങി പ്രദക്ഷിണം വന്നേച്ച് കുരിശിങ്ങിലേക്ക് ചെന്നു. അപ്പോൾ ആ പോണ വഴിക്ക് കണ്ടു ഇവിടെ വാമപ്പ് നടത്തുക പെൺപിള്ളേർ കിടന്നുകൊണ്ട്. തിരിച്ച് പ്രദക്ഷിണം വന്നു കഴിഞ്ഞപ്പോൾ കോർട്ടിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും ഈ ആണുങ്ങൾ എല്ലാവരും ആ കോർട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞതിന് നാടകം പരാജയപ്പെട്ട് നിസ്സാര പൈസ കിട്ടുള്ളൂ. പിറ്റേ ഞായറാഴ്ചയാണ് പുള്ളി പറഞ്ഞ്, എടാ തൊമ്മനെ പറ്റി കുറ്റം പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ചതി കാണിച്ച് അപ്പടി എപ്പടി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അവൻ ഏറ്റെന്ന് വെച്ചാൽ നീ ഞാൻ പള്ളി കയറുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ പുള്ളിയാണ് ഞാൻ ചെന്ന വഴി വിളിച്ചത്, നാളെ രാവിലെ പള്ളി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ലീഡർമാരെ കഴിവുള്ളവരെ അറിയാം. പിന്നെ ഹൈ റേഞ്ചുകാർക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ക്രിക്കറ്റ്നെസ് അധികം കുറവാണ്. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരോട് ഇടപെട്ടാൽ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും നമ്മളോട്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ
അങ്ങ് വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചു. പുള്ളി എൻ്റെ അടുത്ത് കൂടി, തൊട്ടടുത്ത വീട് പള്ളിയുടെ അവിടെ. ഞാൻ പോരുന്നത് വരെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുള്ളി മക്കൾ ചോറ് കൊണ്ടുത്തരും. 3 നേരം ചോറ് കൊണ്ടു തന്ന് ഞങ്ങൾ അവിടെ കഴിഞ്ഞു കൂടി. ഞാൻ അവിടെ നിന്ന് എഴുകുമ്പലിന് പോയപ്പോഴത്തേനും പുള്ളി 4 ഈട്ടിക്കസേരയും അതുപോലെ തന്നെ മേശയും ഇതെല്ലാം അന്നൊക്കെ ആവശ്യമില്ല, പള്ളികളിലില്ല, കട്ടിലും ഇതെല്ലാം പണിയിച്ച ഒരു വാൽമാക്രയിൽ അതും കയറ്റി പുള്ളിയും പുള്ളിയുടെ മക്കളും എല്ലാവരും കൂടി അവിടെ എഴുകുമ്പലിൽ കൊണ്ട് തന്നെ വിട്ടുവെച്ച് പോന്നു. ഒരു കുഞ്ഞാടിനെ എങ്ങനെയാണ് നേടേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ സ്കൂളുകളുടെ പണികളാണെങ്കിലും 4 സ്കൂൾ ഞാൻ പണിയിച്ചിട്ടുണ്ട്. ഈ പള്ളി പണിതോടത്തെല്ലാം പള്ളിമുറിയും പണിയിച്ചു. അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ സാധിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഒരു വിഷമവും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തോന്നിയിട്ടില്ല. പക്ഷേ ഞാനിതിനനുസരിച്ച് ആഘോഷിച്ചു. പോത്താനിക്കാടാണ് ഈ പള്ളി പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളി കുറച്ച് താത്തി വെച്ചു, വളരെ മനോഹരമായിട്ട് പള്ളി പണിതു. അപ്പോൾ അവർ പറഞ്ഞു മുറി പൊങ്ങിയായിരിക്കണേ, ഓടിട്ട മുറിയാണ്. അച്ഛാ ഇതോടെ പൊളിച്ച് പണിതേച്ച് അച്ഛൻ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അങ്ങനെ എനിക്ക് പോകേണ്ട സമയമായി. അപ്പോൾ 3 വർഷമായി ഞാനവിടെ ചെന്നിട്ട്. 4-ാം വർഷത്തിലേക്ക് കിടക്കണം. പിന്നെ എവിടെ ഇരിക്കണമെന്ന് പിന്നെ ഏതായാലും അവർ പറഞ്ഞത് കേട്ട് യോഗം കൂടിയപ്പോഴാണ് അവർ പറഞ്ഞത് അച്ഛനിപ്പോൾ പോകരുത്, ഞങ്ങൾ വരണം. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം പള്ളി പണി തരുന്ന അച്ഛനെ മാറ്റുമെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ എന്നാൽ സമ്മതിച്ചിരുന്നു. 2 ദിവസം കൊണ്ട് ഞങ്ങൾ വാനം താത്തി തീർത്തു മുറിക്കുള്ളത്. JCB കൊണ്ടൊന്ന് മണ്ണ് നിരത്തി, മണ്ണൊക്കെ നിരത്തി മുറ്റത്തിന് ലെവലാക്കിയിട്ട് തീർന്നു. ഇത് കഴിഞ്ഞ് വെച്ചാൽ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല. ഞാൻ ആ സങ്കീർത്തി പോയി കിടന്നു. ഒരു 10 മാസത്തോളം സങ്കീർത്തിയിൽ കിടന്നു. ഒരു സങ്കീർത്തിയിൽ ഇങ്ങേയറ്റത്ത് ഞാൻ കിടക്കും, നടുക്ക് സങ്കീർത്തിയുടെ ഇപ്പുറം ഓഫീസ്, 3 കർട്ടൺ ഇട്ട് തിരിച്ചേക്കും. അതിൻ്റെ അത് കിടന്നു. പക്ഷെ നമ്മൾ ഈ ത്യാഗം സഹിക്കും, ഇവർക്കൊക്കെ മനസ്സിലാകും. പിന്നെ എനിക്ക് ഈ ആത്മാർത്ഥത തോന്നിയാൽ എനിക്ക് ത്യാഗമൊന്നും പ്രശ്നമൊന്നുമില്ല. കൊതുകടിയും ഭയങ്കര, അത് നെറ്റൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ അകത്ത് കിടന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷം ഞായറാഴ്ച പറഞ്ഞു. ഞായറാഴ്ച എപ്പോഴും ആൾ പള്ളിയിൽ വരും. കക്കൂസി പോകണമെങ്കിൽ പൊതു കക്കൂസിൽ പറഞ്ഞു ഞാൻ പൂട്ടിയിട്ടേക്കുക. അങ്ങനെ സാധിച്ചു. അപ്പോൾ ഈ ത്യാഗങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ഇതാണ് നമ്മളോട് താല്പര്യമാണ് നമ്മളോട്. ഈ മേടവചനങ്ങളുടെ സ്നേഹം അച്ഛൻ്റെ കണ്ണ് നനയിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പിന്നെ പാണ്ടിപ്പാറയിൽ നിന്ന് എഴുമ്പയിൽ ചെന്നപ്പോഴത്തേനും അവർ പോരാൻ അവർ കരച്ചിലൊക്കെ തുടങ്ങി. അവിടെയുള്ള ആളുകൾക്ക് അന്തം വിട്ടുപോയി. ഇതന്നെ ഒരു ഇത്രയും കരയാണ് ഈ അച്ഛൻ പോയതിന് ശേഷം. എല്ലാം മൊത്തം കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോണച്ചൻ്റെ സാഹസികതകളും അലിവും കരുണയും സ്നേഹവും ഒക്കെ നിറഞ്ഞ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് കാത്തിരിക്കാം വീണ്ടും കൂടുതൽ ആർജവത്തോടെ, ആവേശത്തോടെ.